അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الكرام أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വർണ്ണം, നിറം, അത് ജീവിതത്തിൻ്റെ ഒരു വലിയ ആകർഷണമാണ്. വർണ്ണമെന്ന പ്രതിഭാസം മനുഷ്യൻ ഒരുപാട് പഠന വിധേയമാക്കിയിട്ടുള്ള സംഗതിയാണ്. പക്ഷെ പൂർണ്ണമായിട്ടും അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ചുവപ്പും കറുപ്പും വെളുപ്പും മഞ്ഞയും ഒക്കെ നമ്മൾ എങ്ങനെ കാണുന്നു, അതിൻ്റെ മെക്കാനിസം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അന്തിമമായി വിധി പറയാൻ ഒരു ശാസ്ത്രകാരനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മനുഷ്യരിൽ വ്യത്യസ്ത രീതിയിലാണ് ഇത് കാണുന്നത്. ഒരാളിന് കാണുന്ന അതേ കളർ തന്നെ അല്ലെങ്കിൽ നിറം തന്നെ മറ്റൊരാൾ കണ്ടുകൊള്ളുന്നില്ല. അങ്ങനെയുണ്ട് പ്രശ്നം. അത് ഓരോരുത്തരുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അവരുടെ ശരീര മന പ്രകൃതം, അവരുടെ നാഡീനരമ്പുകളും അവരുടെ ബ്ലഡ് കെമിസ്ട്രിയൊക്കെ ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു വലിയ അത്ഭുതമാണ്. ഓരോ നിറത്തിനും ഓരോ വ്യാഖ്യാനവും മനുഷ്യന്മാർ കൊടുക്കാറുണ്ട്. പ്രകൃതിക്ക് പച്ച, വിപ്ലവത്തിന് ചുവപ്പ് എന്നും, സമാധാനത്തിന് വെള്ള എന്നും, നീലാകാശവും നീലക്കടലുമൊക്കെ സമാധാനത്തിൻ്റെ മറ്റൊരു രൂപം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഓരോ മനുഷ്യ സമൂഹത്തിലെ ചിന്തകന്മാരും പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എല്ലാവരും അറിയുകയും കാണുകയും ചെയ്യുന്നത് ഇരുട്ടും വെളിച്ചവും, വെള്ളയും കറുപ്പും.
ഇരുട്ട്, അന്ധകാരം അല്ലെങ്കിൽ കറുപ്പ്, ഇതൊക്കെ തിന്മയെ പ്രതിനിധീകരിക്കുന്നതായിട്ടാണ് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. അന്ധകാരം എന്നത് മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. അതിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. രാത്രി നമുക്ക് ഭയം ഉണ്ടാവും. കുട്ടികൾക്ക് രാത്രി പേടിയുണ്ടാവും, നമുക്കറിയാം. അപ്പം അന്ധകാരം അത് തിന്മയുടെയും വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും വേദനയുടെയും ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അതേസമയം പ്രകാശം അല്ലെങ്കിൽ വെളുപ്പ് അല്ലെങ്കിൽ വെളിച്ചം എന്നത് നന്മയുടെ പ്രതീകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. നമ്മൾ മാത്രം തീരുമാനിച്ചല്ല, അല്ലാഹു തആല തീരുമാനിച്ച് പഠിപ്പിച്ചതാണ്. പ്രഭാതോദയം എല്ലാ ആളുകൾക്കും പ്രതീക്ഷ ഉണർത്തുന്ന ഒരു സംഗതിയാണ്. രാത്രിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നേരെ വെളുക്കട്ടെ എന്നാണ് പറയാം. രാത്രി തന്നെ കൊണ്ടോടാനുള്ള സൗകര്യം ഉണ്ടായാൽ പോലും നേരെ വന്ന് വെളുത്തോട്ടെ എന്ന് പറയുന്നൊരു സ്വഭാവം ഇപ്പോൾ ഈ ടെക്നോളജിക്കൽ ഏജിലുണ്ട്. അപ്പോൾ ആ അന്ധകാരവും പ്രകാശവും അത് മനുഷ്യ മനസ്സിനെ ഒരു പ്രത്യേക തരത്തിലാണ് സ്വാധീനിക്കുന്നത്. ഈ രാവിൻ്റെ അറ്റം, പകലിൻ്റെ അറ്റം. രാവ് അവസാനിക്കുമ്പോൾ പകലാരംഭിക്കും, പകൽ അവസാനിക്കുമ്പോൾ രാവ് തുടങ്ങും. ഇത് അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അന്ധകാരത്തിലെല്ലാം മൂടിപ്പോകും, എല്ലാം മറച്ചുകൂട്ടുകയും ചെയ്യും. പ്രകാശം സ്വയം തന്നെ വെളിവായതും മറ്റുള്ളവയെ വെളിവാക്കുന്നതുമാണ്. മറ്റുള്ളവയെ വെളിവാക്കുന്നതിനെ, സ്വയം വെളിവായതിനെ പ്രകാശം പറയും. ഈ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു സിഫത്തായി സ്വീകരിച്ചിരിക്കുന്നു. നൂർ, അല്ലാഹു നൂറു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രകാശത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നത്, പ്രകാശത്തിൽ നിന്നാണ് നമ്മൾ ജന്മമെടുത്തത്, അല്ലാഹുവിൽ നിന്നാണ് വന്നത്. ഇനി പ്രകാശത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു പ്രയാണമാണ് യഥാർത്ഥത്തിൽ ജീവിതം. അപ്പോൾ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശം ഏകമാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. അന്ധകാരങ്ങൾ പലതായിട്ടാണ് ഖുർആൻ വിശദീകരിച്ചിരിക്കുന്നത്. ളുലുമാത്ത് എന്നാണ് പറയുന്നത്. ളുലുമത്തിന് ളുലുമാത്ത്. നൂറ്, അൻവാർ എന്ന് ഉപയോഗിക്കാറില്ല ഖുർആൻ, നൂറെന്ന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അന്ധകാരങ്ങൾ, വിവിധ തരം അന്ധകാരങ്ങളിലൂടെ മനുഷ്യൻ പലപ്പോഴും കടന്നു വഴിയറിയാതെ തപ്പുക, ബുദ്ധിമുട്ടുക എന്നൊക്കെ പറയും, പ്രയാസം അനുഭവിക്കുക എന്ന് പറയും. നമ്മൾ സ്മൂത്തായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രയാസം വന്ന് ചാടും. അവിടെ നമ്മൾ അന്ധത ബാധിക്കുന്നത് പോലെ, അതായത് ഒന്നുമില്ല, ഇരുട്ടാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, വഴി കാണുന്നില്ല, ബുദ്ധിമുട്ട് എന്നൊക്കെ നമ്മൾ പറയും. വളരെ ഫിലോസഫിക്കലാണ്, തത്വശാസ്ത്രപരമാണ് സംഗതി. അപ്പോൾ ഈ അന്ധകാരങ്ങളിൽ ഉഴലുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാന്തി ഉണ്ടാവില്ല, ആശ്വാസം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, അനുഭൂതി ഉണ്ടാവില്ല, ആസ്വദിക്കാനും പറ്റില്ല. അപ്പോൾ ജീവിതം എന്നത് അനുഭൂതിപൂർവകമായി, ശാന്തമായി, സമാധാനപരമായി ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് അന്ധകാരങ്ങളിൽ കിടന്നുഴലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വിട്ടില്ല. ആ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നൊരു പണിയാണ് അല്ലാഹു മനുഷ്യനിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രവാചകന്മാരായിരിക്കും. ഈ പ്രവാചകന്മാർ പ്രകാശത്തിൻ്റെ വഴിയേതാണ്, സത്യത്തിൻ്റെ വഴിയേതാണ്, ധർമ്മത്തിൻ്റെ വഴിയേതാണ്, നീതിയുടെ വഴിയേതാണ്, ശാന്തിയുടെ വഴിയേതാണ്, സമാധാനത്തിൻ്റെ വഴിയേതാണ് എന്ന് മനുഷ്യന് പഠിപ്പിച്ചു. അതിൻ്റെ അപ്പുറമുള്ളതെല്ലാം കടുത്ത അന്ധകാരങ്ങളാണ് എന്നും പഠിപ്പിച്ചു. അതെന്നെ വിവതൽ തുടർന്ന ഒരു പ്രക്രിയയാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുമ്പോൾ ആ പ്രവാചകനെയും അല്ലാഹു തആല നൂർ എന്നാണ്, സിറാജ്, നൂർ എന്നൊക്കെ പറഞ്ഞ പല പ്രയോഗങ്ങൾ പ്രവാചകനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന് നൽകിയിട്ടുള്ള, എല്ലാ പ്രവാചകന്മാർക്കും നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളെയും നൂർ, പ്രകാശം എന്നാണ് അല്ലാഹു തആല വിളിച്ചിട്ടുള്ളത്. ബൈബിളിനെയും തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഖുർആനെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം എന്ന വാക്കുകൊണ്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ രക്ഷാകർത്തൃത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയും അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ വല്ലദീന കഫറു ഔലിയാഹും അത്താഊത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാതി ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. വളരെ കൃത്യമായി പറഞ്ഞു. അല്ലാഹു ആണ് സത്യവിശ്വാസികളുടെ രക്ഷകർത്താവ്. അവന് മനുഷ്യന്മാരെ മിനൽ ളുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളെന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു.
മറ്റ് സംഗതികൾ, അള്ളാഹു അല്ലാത്ത എല്ലാ ദൗർബോധനങ്ങളും, പൈശാചികമായ എല്ലാ ദൗർബോധനങ്ങളിൽപ്പെട്ട എല്ലാ അതിരുകവിച്ചിലുകളിലും പ്രകാശത്തിൽ നിന്ന് മനുഷ്യന് സ്വതേ ഒരു പ്രകാശമുണ്ട്, ജന്മപ്രകാശമുണ്ട്. ഈമാനുൽ ഫിത്ര, മനുഷ്യൻ ജനിച്ചപ്പോൾ തന്നെ മനുഷ്യ മനസ്സിന് അള്ളാഹു തആല നൽകിയിട്ടുള്ള ഈമാൻ, ബോധം, അള്ളാഹു ഉണ്ട് എന്ന്, അള്ളാഹു ആണ് സൃഷ്ടാവ് എന്നുള്ള ബോധം. ആ ബോധത്തിൽ നിന്ന് അന്ധകാരങ്ങളിലേക്ക്, അതായത് തനിക്ക് താൻ പോകുന്നവനാണ് എന്ന് അഹങ്കരിക്കാനും ധിക്കരിക്കാനും ആർത്തി കാണിക്കാനും മറ്റുള്ളവനെ ചൂഷണം ചെയ്ത് സ്വയം സുഖഭോഗം അനുഭവിക്കാനുമുള്ള അന്ധകാരങ്ങൾ. അപ്പോൾ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രകാശം, സൂര്യൻ പ്രകാശിക്കുന്നുണ്ടെങ്കിലും ലോക ജനതയിൽ അന്ധകാരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നടമാടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ അർത്ഥവത്തായ ഒരു കഥയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം സൂറത്തുൽ കഹഫിലൂടെ സൂചിപ്പിക്കുന്നത്. ഗുഹ എന്ന് പറഞ്ഞാൽ ഗുഹയ്ക്കകത്ത് പലപ്പോഴും ഇരുട്ടാണ്. പക്ഷേ അവിടെ ഗുഹയുടെ ഉള്ളിലുള്ള മനുഷ്യന്മാരിലാണ് പ്രകാശം. പുറമെ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചന്ദ്രൻ ഉദിക്കുകയും അസ്തമിക്കുകയും പ്രകാശം പരത്തുകയും ചെയ്യുന്ന നാട്ടിൽ ശിർക്കാണ്. യഥാർത്ഥ അന്ധകാരം അവിടെയാണ്. ഗുഹയ്ക്കുള്ളിലോ സത്യവിശ്വാസത്തിൻ്റെ പ്രകാശം. ആ ഗുഹയ്ക്കുള്ളിലെ സത്യവിശ്വാസത്തിൻ്റെ പ്രകാശം പിന്നെ ഭൂമിയിലേക്ക് പറിച്ചു നട്ടിട്ട് ആ ജനങ്ങളെ അവിടെ കൊണ്ടുവരുന്ന വളരെ ഗൗരവമുള്ളൊരു കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂചിപ്പിച്ച് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നുള്ളേ ഉള്ളൂ. അങ്ങനെ ആ ഒരു പ്രയാണം അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഈ പ്രയാണം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഔദാര്യമാണ്. അള്ളാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് എപ്പോഴും ആ വഴിയിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ നിരന്തരമായി സ്മരിച്ചു കൊണ്ടിരിക്കുക എന്നാണ്. അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹ് നമ്മളോട് നേരിട്ട് വന്നല്ല പറഞ്ഞത്, പ്രവാചകന്മാർ വഴി പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ പ്രവാചകന്മാരുടെ ഒടുവിലെ കണ്ണിയാണ് യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ മാസം അല്ലെങ്കിൽ ദിവസം വെച്ച് പ്രവാചക സ്മരണയാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ പൊന്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ സ്മരണ ഉയർത്തി നിർത്തണം എന്നുള്ളതാണ്. നമ്മൾ ഏത് സംഗതി ഉണ്ടല്ലോ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് തല കുത്തനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ പ്രവാചകന്റെ അവദാനങ്ങൾ വാഴ്ത്തിയിട്ട് പ്രവാചകനെ വാനോളം പുകഴ്ത്തുന്ന ശബ്ദമുഖരിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു പണിയാണ് ആഗോളാടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ആരും മോശക്കാരല്ല. പണ്ഡിതന്മാരും പ്രവാചകനെ ബഹുമാനിക്കണമെന്നോ ആദരിക്കണമെന്നോ സലാത്തിലുണ്ടെന്നോ ഒന്നും അല്ല പറഞ്ഞില്ല, അതൊക്കെ പറയാൻ പറഞ്ഞു. പക്ഷേ ഈ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചത് അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക, അവന്റെ സ്മരണ ഉറക്കെ പ്രഖ്യാപിക്കുക എന്നുള്ളത്. ഇത് ചെയ്യുന്നതിന് പകരം പറഞ്ഞെന്ന പ്രവാചകന്റെ സ്മരണ ഉറക്കെ വിളിച്ചു പോവുകയും പാട്ടും പൈത്തുമൊക്കെയായി നടക്കുകയും അതോടൊപ്പം അള്ളാഹു പ്രവാചകനിലൂടെ പറഞ്ഞ പല കാര്യങ്ങളും വിസ്മൃതിയിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ പ്രവാചകൻ നമ്മളോട് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാൻ പറഞ്ഞ ഒരുപാട് രംഗങ്ങൾ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നതിൽ ചെറിയ ഒരു ഭാഗമാണ്. സൂറത്തുൽ അഹ്സാബിലെ ചില ആയത്തുകളാണ് നിങ്ങളുടെ മുന്നിൽ ആദ്യം ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുറുല്ലാഹ ദിക്റൻ കസീറ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ള. വസബ്ബിഹൂഹു ബുക്റതൻ വ അസീല. നിങ്ങൾ അവന്റെ അവദാനങ്ങൾ ഇങ്ങനെ പ്രഭാതത്തിലും പ്രദോഷത്തിലും വാഴ്ത്തിപ്പാടുകയും ചെയ്യുക. പ്രവാചകന്റെ അവദാനങ്ങളിൽ രാവും വൈകുന്നേരവും വാഴ്ത്തിപ്പാടുക എന്നല്ല ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ അവദാനങ്ങൾ വാഴ്ത്തി പാടുക എന്നാണ്. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയൊരു സംഗതിയല്ല, ഒരു സമഗ്രമായ ഒരു സംഗതിയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമസ്കാരം. വഅഖിമിസ്സലാത്ത ലിദിക്രി. എൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നമസ്കാരം അനുഷ്ഠിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് റസൂൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ഒരു രാത്രിയിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് പ്രഭാതത്തിന് മുമ്പ്, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് അവന്റെ ഭാര്യയെ വിളിച്ചുണർത്തി രണ്ടാളും കൂടി 2 റക്അത്ത് നമസ്കരിച്ചാൽ ആ രാത്രിയിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ അവർ പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂദാവൂദ്, ഇബ്നു മാജ, നസായി മുതലായ ആളുകൾ അബൂ ഹുറൈറയിൽ നിന്ന് റസൂലിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. അതായത് നല്ല സുഖമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ് പ്രഭാതത്തിന് കുറച്ച് മുമ്പുള്ള, അതായത് തഹജ്ജുദിന്റെ സമയം, സുബഹിക്ക് മുമ്പുള്ള സമയം. അന്നേരം ആത്മാർത്ഥമായി അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ഒരാൾ എഴുന്നേൽക്കുകയും അയാളുടെ ഭാര്യയെ ഭാര്യ എഴുന്നേറ്റ് ഭർത്താവിനെ വിളിച്ചുണർത്തി 2 ആളും കൂടി 2 റക്അത്ത് നമസ്കരിച്ചാൽ
ആ രാത്രിയിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിച്ച സ്ത്രീ പുരുഷന്മാരുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നമസ്കാരത്തിൽ മാത്രമല്ല, സമഗ്രമാണ് യഥാർത്ഥത്തിൽ. പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിൻ്റെ അറ്റങ്ങൾ, പകലിൻ്റെ അറ്റങ്ങളിലും, പകൽ മധ്യത്വം എന്നൊക്കെ പറഞ്ഞ് ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നു. കാരണം അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ് മനുഷ്യന് ശാന്തി പ്രാപിക്കുക എന്നുള്ളതാണ്. അതായത് കേന്ദ്രം അവിടെയാണ്, നമ്മുടെ ഈ കണക്ഷൻ അവിടെയാണ്. ഇപ്പം നമ്മളൊരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിലും തൽക്കാലം പറയാം, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഫോട്ടോണിൻ്റെ ഒരു ഒഴുക്ക്, അതിൻ്റെ സർക്യൂട്ട് പൂർത്തിയാവണം. നമ്മുടെ മനസ്സിൽ നിന്ന് വിചാരങ്ങൾ ഇങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ സർക്യൂട്ട് പൂർത്തിയാവണമെങ്കിൽ അതിൻ്റെ കേന്ദ്രബിന്ദുവായ അള്ളാഹുവിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ അതിങ്ങനെ പല സ്ഥലത്തും വ്യാപരിച്ച്, എല്ലാ താഴ്വരകളിലും ഇങ്ങനെ വ്യാപരിച്ച് നടക്കും. മനുഷ്യ മനസ്സിന് യഥാർത്ഥത്തിൽ നിയന്ത്രണം കിട്ടണമെങ്കിൽ അള്ളാഹുമായി ബന്ധപ്പെടണം എന്നാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, നിങ്ങൾ അറിയുക, മനുഷ്യ മനസ്സ് ശാന്തി പ്രാപിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിലാണ്, സ്മരണയിലാണ്. വെറുതെ ചർവണം നാവുകൊണ്ട് നടത്തുന്നത് മാത്രമല്ല, ഈ സ്മരണ ഹൃദയത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് വരികയും പ്രവൃത്തിയിൽ അത് പ്രായോഗികവൽക്കരിക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലവും മേഖലയും ഓരോ വഴിത്താരയും അള്ളാഹുവിന് വേണ്ടിയാക്കി മാറ്റുമ്പോഴാണ് ഈ സ്മരണ പൂർത്തിയാകുന്നത്. മനുഷ്യ സ്മരണ ഏത് സംഗതി ചെയ്യുമ്പോഴും അതിനൊരു ലക്ഷ്യം വേണം. അള്ളാഹുവിനെ പ്രാപിക്കാത്ത എല്ലാ മനസ്സുകൾക്കും ലക്ഷ്യം വേറെയായിരിക്കും. കാരണം ഒന്നിൽ പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്ഥാനം നിലനിർത്തണം, അല്ലെങ്കിൽ നാട്ടാരെ നാലാളുകൾ അഭിനന്ദിക്കണം, അല്ലെങ്കിൽ കുറച്ച് പൊങ്ങച്ചം കാണിക്കണം, അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രമുഖ സ്ഥാനം എപ്പോഴും പിടിച്ചു നിർത്തണം എന്നതല്ലാത്ത മറ്റൊന്നും യഥാർത്ഥത്തിൽ അള്ളാഹുമായി ബന്ധിപ്പിക്കാത്ത മനസ്സുകളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ജനസേവനം എന്നൊക്കെ പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ സ്വയം സേവനമാണ് എന്ന് ആധുനിക ചരിത്രം തെളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മാർത്ഥമായ ജനസേവനം ഇബാദത്താണ്. അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതാണ്. മറ്റ് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത സേവനം എന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു ഇബാദത്താണ്. ജനസേവനം മനുഷ്യർക്ക് അള്ളാഹു ആരാധനയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള. അപ്പൊ അള്ളാഹുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് മനസ്സ് ശാന്തമാകുന്നത്, ചെയ്യുന്നതിൽ അർത്ഥമുണ്ടാകുന്നത്. ആ ചെയ്യുന്ന ഒരു സംഗതിക്ക് ശാന്തിയും സമാധാനം ഉണ്ടാകും. നമ്മൾ ഭൗതികമായി പല സംഗതികളും ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ പല നന്മകളും പ്രതീക്ഷിക്കുന്നുണ്ടാകും, പക്ഷെ ചിലപ്പോൾ ലഭിച്ചോളുന്നില്ല, കിട്ടിക്കൊള്ളുന്നില്ല. അതിൽ തന്നെ യാതൊരു തരത്തിലും അടിപതറാതെ നിലനിന്നുകൊണ്ട് ചെയ്യാൻ, നിരന്തരമായി പ്രവർത്തിക്കാൻ പ്രേരണ നൽകുന്നത് മഹത്തായ പ്രതിഫലം അല്ലാഹു തആല ഒരുക്കി വച്ച് ഈ സത്യവിശ്വാസിയെ കാത്തിരിക്കുന്നു എന്ന ദൃഢമായ ബോധ്യമാണ്. ആ ബോധ്യത്തിലൂടെയാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക കാലം കഴിഞ്ഞാൽ, അതായത് ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭൗതിക ജീവിതത്തിന്റെ പല കാര്യങ്ങളോടും മനുഷ്യന് വിമുഖത അനുഭവപ്പെടും. അന്നേരം അവനെ ലക്ഷ്യത്തിലേക്ക് ഊർജ്ജസ്വലനായി നിലനിർത്തുന്നത് അള്ളാഹുലേക്ക് എത്തിച്ചേരാനും സ്വർഗസോപാനത്തിൽ എത്തിച്ചേരാനുള്ള തൃഷ്ണയും ചിന്തയും ആശയും അഭിലാഷവും ആഗ്രഹവും അദമ്യമായ മോഹവും മാത്രമാണ്. അല്ലെങ്കിൽ ദുനിയാവിലെ പലതും മടുക്കുന്നതാണ്. ഇതൊരിക്കലും മടുക്കാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് വദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കുന്നതിലാണ് നിങ്ങൾക്ക് പ്രവാചകനിൽ മാതൃകയുള്ളത് എന്നാണ്. പ്രവാചകന്റെ അവദാനങ്ങൾ വാഴ്ത്തി പാടുന്നതിലല്ല, കൃത്യമായിട്ടും അള്ളാഹുവിന്റെ സ്മരണ വർദ്ധിപ്പിക്കുന്നതില്ല. ഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. ഈ മഹാനായ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടാവുന്നത് അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുകയും എന്നിട്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ആ ഒരു സംഗതി അത് ജീവിതത്തെ നേരാക്കും. അത് പ്രവാചകനെ അനുധാവനം ചെയ്യാനും പ്രവാചകനെ ബഹുമാനിക്കാനും പ്രവാചകനെ ആദരിക്കാനും ഒക്കെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുള്ളതാണ്. അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ അംഗീകരിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ ജീവിതം പിന്തുടരണമെന്നാണ്. ആ പ്രവാചകൻ സ്വന്തം അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് ഒരിക്കലും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ആ പ്രവാചകന് സ്വന്തത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ മനുഷ്യരെ പഠിപ്പിച്ചതാണ് നമുക്ക് ചരിത്രത്തിലുടനീളം, ഹദീസുകളിൽ നിന്നുടനീളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളിത് മുസ്ലിം സമുദായം ആഗോളാടിസ്ഥാനത്തിൽ തന്നെ പ്രവാചക സ്മരണയുടെ പേരിൽ
എല്ലാ തരത്തിലുള്ള അതിർവരമ്പുകളിൽ ലംഘിക്കുന്ന തരത്തിലുള്ള ആഘോഷ പരിപാടികളാക്കി മതി. നബിദിനാശംസകൾ, നബിദിനാഘോഷ പരിപാടികൾ, നബിദിനത്തോടനുബന്ധിച്ച് പ്രത്യേകമായ ഈ എന്താ പറയുക ഡിസ്കൗണ്ടുകൾ, അത് എല്ലാ തരം ഡിസ്കൗണ്ടുകളും. അതായത് നബിദിനത്തിന് പ്രത്യേക ബമ്പർ, സൂപ്പർ ബമ്പർ ഇറങ്ങുന്നു. ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ചൂതാട്ടത്തിന്റെ കൂട്ടത്തിൽപ്പെടുന്ന ഭാഗ്യക്കുറിക്ക് സൂപ്പർ ബമ്പർ പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ. പിന്നെ ഓരോ തരത്തിലുള്ള സാധനങ്ങൾ വിറ്റഴിക്കുന്ന പത്രത്തിലും ടിവിയിലും ഒക്കെ നമ്മൾ നോക്കിയാൽ കാണുന്നത് അതൊക്കെ നബിദിനത്തോടനുബന്ധിച്ച്, നബിദിന ആഘോഷങ്ങളോടനുബന്ധിച്ച്, നബിദിന പരിപാടികളോടനുബന്ധിച്ച് എന്നുള്ള. അപ്പോൾ വളരെ ഗൗരവമായി സമുദായം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഇതൊക്കെ. യഥാർത്ഥത്തിൽ മറ്റു സമൂഹങ്ങളുടെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ആഘോഷ പരിപാടികളിൽ നിന്ന് നമ്മൾ പകർത്തിക്കയറ്റി ഇസ്ലാമിന്റെ ആത്മാവ് നശിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം പ്രകടനാത്മകതയാണ്. ഇത്തരം ആളുകൾ അവിടെ ഈ ചെയ്ത ആളുകളോട് തന്നെ പാവങ്ങളെ സഹായിക്കുന്ന കാര്യം പറയുമ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും, പറയാൻ കഴിയുന്നതാണ്. നബിയെ ബഹുമാനിക്കണ്ടെന്നോ സലാത്തിലുണ്ടെന്നോ ആദരിക്കണ്ടെന്നോ കൊച്ചാക്കണമെന്നോ ഒന്നും ഇതിനർത്ഥമില്ല. മഹാനായ പ്രവാചകൻ, ഭൂമിയിൽ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ, അല്ലാഹ് സൃഷ്ടിച്ചതിൽ അഷ്റഫുൽ ഖൽഖ ഇന്നക അലാ ഖുലുഖിൻ അളീം, ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് അല്ലാഹ് സർട്ടിഫൈ ചെയ്ത് പറഞ്ഞ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഈ ലോകത്തിന് മുഴുവനും എല്ലാ ലോകങ്ങൾക്കും അനുഗ്രഹമാണെന്ന് അല്ലാഹ് പറഞ്ഞെന്ന മഹാനായ പ്രവാചകൻ. പക്ഷെ ആ പ്രവാചകന് അല്ലാഹുവിന്റെ സ്ഥാനം പറ്റില്ല. കാരണം അല്ലാഹ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക, വദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വല്ലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കണം, ഞാൻ പറഞ്ഞതാ ഓർക്കേണ്ടത്. എന്നെ നിങ്ങൾ നിഷേധിക്കരുത്, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ ഭൂമി തന്നെ വളരെ ചെറിയൊരു സംഗതിയാണ്. ഈ ഭൂമിയിൽ നമ്മൾ മഹാകീടത്തേക്കാൾ വളരെ ചെറിയ സാധന. അല്ലാഹ് നമ്മളോട് പറയാണ്, അതായത് വദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയണ്ടായി, അതായത് ഒരാള് ആരെങ്കിലും മനസ്സിൽ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു അവന്റെ മനസ്സിൽ നമ്മളെ ഓർക്കുന്ന. അപ്പൊ അള്ളാഹ്ക്ക് മനസ്സുണ്ടോ, അത് എവിടെയാണ് എന്നൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. സത്യവിശ്വാസികൾക്ക് ആവക വിഡ്ഢിത്തങ്ങളൊന്നും ചെന്ന് പെടാറില്ല എന്നുള്ള. അതുപോലെ ഒരാൾ ഒരു സദസ്സിൽ ഓർത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ ഉത്തമമായ സദസ്സിൽ അവനെ ഓർക്കുന്നു. നമ്മളിപ്പോ ഇവിടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇവിടെ അള്ളാഹുവിന്റെ അർശിൽ ഈ വിവരം എത്തുകയും അവിടെയുള്ള മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുമെന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് അത്യുന്നതങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള സ്മരണ ഉണ്ടാകുന്നു. അവിടെ അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന മാലാഖമാര് നമുക്ക് വേണ്ടി അല്ലാഹുമ്മ അർഹം, പടച്ചവനെ അവർക്ക് നീ പുറത്തു കൊടുക്കണേ, അവരോട് നീ കാരുണ്യം കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധമുണ്ടാകുമ്പോൾ എല്ലാ തരത്തിലുള്ള ഉറക്കവും പോയി വളരെ ശ്രദ്ധയോടുകൂടി അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് മനുഷ്യ മനസ്സ് ആഴത്തിൽ ഇറങ്ങി ചെല്ലും എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹ് നമ്മളെയും ഓർക്കുന്നുള്ളതാണ്. ഒരാൾ അള്ളാഹുവിനോട് ഒരു ചാണെടുത്താൽ അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ട് എടുക്കുന്ന, ഒരാൾ അള്ളാഹുവിനോട് ഒരു മുഴമെടുത്താൽ അള്ളാഹു ഒരു വാര ഇങ്ങോട്ട് എടുക്കുന്ന, ഒരാൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നാൽ അള്ളാഹു നമ്മുടെ അടുത്തേക്ക്, അവന്റെ അടുത്തേക്ക് ഓടി വരുമെന്നാണ്. അത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, അള്ളാഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അവദാനങ്ങൾ ഉയർത്തി പാടിക്കൊണ്ടേയിരിക്കണം. കാരണം അള്ളാഹുവിന്റെ അടുത്ത് നടന്നു ചെല്ലുന്നവനോട് അള്ളാഹു ഓടി വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ എന്റെ അടുത്തേക്ക് ഓടി വരിക, അവസാരിഊ, നിങ്ങൾ ഓടിച്ചെല്ലുക എന്നുള്ള. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള്. അതായത് അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾക്ക് ആകാശഭൂമികളുടെ പ്രവിശാലതയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ വളരെ വേഗം പോകുക. ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, ആ സ്വർഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കാണ്. അവരെ സ്വഭാവ വിശേഷങ്ങളും കൂടെ അവിടെ എടുത്തു പറയും. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽ ളറാ, അവരെ സംബന്ധിച്ചിടത്തോളം അവര് പ്രയാസത്തിലും അതുപോലെ ആശ്വാസത്തിലും, അതായത് സന്തോഷത്തിലും സന്താപത്തിലും സ്വന്തം ധനം അള്ളാഹു പറഞ്ഞതനുസരിച്ച് ചെലവഴിക്കുന്ന ഒരു മനോഭാവമുള്ള മനുഷ്യന്മാരായിരിക്കും. വൽ ഖാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്, ദേഷ്യം വരുമ്പോൾ അവര് അത് കടിച്ചിറക്കുകയും പിടിച്ചു വെക്കുകയും എന്നിട്ട് ജനങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇങ്ങനെയുള്ള നന്മയുള്ള ആൾകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. അല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ലലമു അൻഫുസഹും ദക്കറല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, എന്തെങ്കിലുമൊക്കെ സ്വന്തത്തോട് അക്രമം ചെയ്തു പോവുകയോ അല്ലെങ്കിൽ ചീത്ത പ്രവൃത്തി ചെയ്യുകയോ ചെയ്താൽ അള്ളാഹുവിനെ ഓർമ്മ വരും ഉടനെ അവർക്ക്. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന് പറയും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്,
അല്ലാഹു അല്ലാത്ത മറ്റാരാണ് നിങ്ങൾക്ക് പുറത്തു തരാനുള്ളതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവരെ സ്വഭാവം പറയുന്നു, അതായത് അവര് വലം യസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അതായത് അവർ ചെയ്ത പ്രവൃത്തി മോശമാണെന്ന് കണ്ടാൽ അതിൽ നിന്ന് വിരമിക്കും, അറിഞ്ഞുകൊണ്ട് അതിൽ ദുശ്ശാഠ്യം പിടിച്ച് നിൽക്കുകയില്ല. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹാ വനിഅമ അജ്റുൽ ആമിലീൻ. അതായത് ഇത്തരം ആളുകൾക്കാണ് ഉത്തമമായ പ്രതിഫലം, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന നിത്യാനന്ദത്തിന്റെ സ്വർഗാരമം. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ സാധാരണ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോളിൽ, അതായത് അദ്ദേഹത്തിന്റെ മേൽ അല്ലാഹു അവന്റെ മലായികത്ത് ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമ എന്ന് പറയുന്നു. പ്രവാചകന്റെ മേൽ അല്ലാഹു അവന്റെ മലക്കുകളും സലാത്ത് ചൊല്ലുന്നു, അതായത് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും പറയുക, ഇത് പ്രവാചകന്റെ മേൽ മാത്രമല്ല സത്യവിശ്വാസികൾക്ക് മുഴുവനുണ്ട് എന്ന് അല്ലാഹു തആല പറയാ. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമ. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ മാലാഖമാരും സത്യവിശ്വാസികളുടെ മേൽ സലാത്ത്, അതായത് അവന്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളെ ജീവിതത്തിന്റെ അന്ധകാരങ്ങളിൽ നിന്ന് മഹത്തായ പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. സത്യവിശ്വാസികളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് രക്ഷിതാവ്. തഹിയ്യതുഹും യൗമ യൽഖൗനഹു സലാം. ഈ മനുഷ്യന്മാർ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസം ഉണ്ടല്ലോ, സലാം, ശാന്തി, ശാന്തി. ഉദ്ഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്. നിങ്ങൾ ശാന്തിയോടെ ഈ ശാന്തഭവനത്തിൽ പ്രവേശിച്ചുകൊള്ളുക, അതാണ് നിത്യതയുടെ നാളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വിളംബരമുണ്ടാവും. ഇല്ലാ ഖീലൻ സലാമൻ സലാമ. ശാന്തി, സമാധാനം എന്നുള്ള ഒരു മന്ത്രമല്ലാതെ മറ്റൊന്നും അവർക്ക് അവിടെ ഉണ്ടാവില്ല. അപ്പൊ എല്ലാത്തരം ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം നൽകുന്ന മഹത്തായ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ മാലാഖമാരും നമ്മുടെ മേൽ കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് ഈ പറഞ്ഞു വഅദ്ദ ലഹും അജ്റൻ കരീമ, മാന്യമായ പ്രതിഫലമാണ് ഉണ്ടാക്കി നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന്. എന്നിട്ട് നബിയെ വിളിച്ച് പറയാ, അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, നീ അത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറ. ഈ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് അള്ളാഹുവിന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഒരു ജനതയുടെ സംസ്കരണത്തിന് വേണ്ടിയാണ്, ഒരു ജനതയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ്. ഷാഹിദായിട്ടാണ്, ഏകനായ തമ്പുരാനാണ് ഇതെല്ലാം സംവിധാനിച്ചു വളർത്തുന്നത് എന്ന് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാനുള്ള ഒരു സാക്ഷിയായിട്ടാണ്. അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടാണ്. വനദീറ, ഇതെല്ലാം അവഗണിച്ചു പോകുന്ന ആളുകൾക്കൊരു താക്കീത് നൽകുന്നവനായിട്ടാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അവിടെ അല്ലാഹ് കടുപ്പിച്ച് പറയുന്നു ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ഒരു ദാഇയായിട്ട്, പ്രബോധനം ചെയ്യുന്ന ഒരുത്തനായിട്ടാണ്. ബിഇദ്നിഹി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചാൽ മാത്രം ആരെയും സത്യവിശ്വാസത്തിലേക്ക് വിളിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ തെളിവും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ ത്വാലിബിന്റെ സത്യവിശ്വാസ നിഷേധം യഥാർത്ഥത്തിൽ ഇതിന് വളരെ വ്യക്തമായൊരു തെളിവാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിലേക്ക് അവന്റെ അനുമതിയോടുകൂടി സത്യവിശ്വാസികളെ വിളിക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ പണിയെ തന്നെ പ്രവാചകന്റെ ഉദ്യോഗം എന്നുള്ളത് സത്യവിശ്വാസികളുടെ ഉദ്യോഗമായി വന്നിരിക്കുന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും തെരഞ്ഞെടുത്തിട്ട് വേണം തീരുമാനിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാലും നമുക്ക് പോകണമെങ്കിൽ നമ്മൾ തെരഞ്ഞെടുത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. സിറാജം മുനീറ, പ്രശോഭമേറുന്ന ഒരു വിളക്കായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല പറയാ, ഇത് പ്രഭയാണ്, പ്രകാശമാണ്, സന്തോഷത്തിന്റെയും ഉന്നതമായ സൗഭാഗ്യത്തിന്റെയും ഒക്കെ വിജ്ഞാനവുമായി വിവരവുമായി വരുന്ന മഹാപ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ എന്നെ ഓർക്കുകയും എന്നെ പുകഴ്ത്തുകയും എന്നെ കൂടുതൽ സ്മരിക്കുകയും എന്നോട് അടുക്കുകയും ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വന്തം അവദാനങ്ങൾ റോഡ് നീളെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് മറന്നിട്ട് ആ പ്രവാചകനെ മാത്രം ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ഒരു പണി പുതുതായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് അത് ദീൻ ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് ആളുകൾ പലതും ചെയ്യാറുണ്ട്. പക്ഷേ
പലപ്പോഴും കുറേ കാലം കഴിയുമ്പോൾ അത് മനസ്സിലാവും അത് ശരിയായിരുന്നില്ല എന്നുള്ളത്. ഇവിടെ അള്ളാഹുവിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുകയും അള്ളാഹുവിന് സാക്ഷിയായിരിക്കുകയും നീതിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نحصي كما أثنيت نفسه لك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഹൃദയം അള്ളാഹുമായി ബന്ധിപ്പിക്കുക, എന്നിട്ട് അവനിൽ നിന്ന് ഇൽഹാം മാർഗദർശനം ലഭിച്ചുകൊണ്ട് ഭൂമിയിൽ ശാന്തമായി ജീവിക്കുക. വൈതരണികളെയും പ്രയാസങ്ങളെയും അതിജയിക്കാൻ നമ്മൾ വഴി അന്വേഷിച്ചു പോകേണ്ടതില്ല. അള്ളാഹു അവൻ്റെ മാലാഖമാരെ വിട്ട് നമ്മളെ യഥാസമയം ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. പ്രവാചകൻ വാഗ്ദാനം ചെയ്തതാണ്. ഒരു സത്യവിശ്വാസിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവനൊരു മലക്കിന് അള്ളാഹു തആല നിയമിച്ചു കൊടുക്കുന്നു. ഓരോ വിഷയത്തിലും അവൻ ചെന്നുപെടുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഒട്ടപ്പോണം എന്ന് സത്യവിശ്വാസിക്ക് അവൻ്റെ ഉള്ളിൽ മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്യാറുണ്ട്. മറ്റു പലപ്പോഴും നമ്മൾ അബദ്ധങ്ങൾ കാണിക്കുകയും ചെയ്യാറുണ്ട്. വളരെ കരുതലോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവൻ നമ്മളെ നയിക്കുമെന്നുള്ളത് ഖുർആൻ എടുത്തെടുത്ത് പറയുന്നു. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, കൃത്യമായി പറഞ്ഞു. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഖൽബ് എന്ന് പറഞ്ഞാൽ മനസ്സാണ്, അവൻ്റെ മനസ്സിനെ അവൻ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതാണ് യഹ്ദി ഖൽബഹു. അപ്പോൾ ഈ ഒരു ബോധം ഓരോരുത്തർക്കും അവനവന് സ്വന്തമായി ഉണ്ടാവണം. മറ്റുള്ളവർക്കുണ്ടായിട്ട് പറഞ്ഞു തന്നിട്ട് പ്രേരണ കൊണ്ട് ചെയ്യലല്ല, അവനവന് സ്വന്തമായി ഉണ്ടാകുന്ന ഈമാൻ്റെ ഭാഗമായി അത് മാറണം. അപ്പോഴാണ് ജീവിതത്തിൽ ആശ്വാസം വരിക. എല്ലാ വിഷയങ്ങളെയും ആശ്വാസത്തോടെ നോക്കി കാണാൻ കഴിയുക. നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, മക്കളുടെ കാര്യത്തിൽ വിഷമമുണ്ട്, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വളർന്നു വരുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത പ്രയാസമുണ്ട്, കച്ചവടം വേണ്ട രീതിയിൽ പോകുന്നില്ല, ബന്ധുമിത്രാദികളുമായിട്ടുള്ള ബന്ധം പലപ്പോഴും നന്നായി വരുന്നില്ല. അങ്ങനെ നിത്യജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിന് പിടിക്കാത്ത പല സംഗതികൾ ഉണ്ടാവാറുണ്ട് എല്ലാ മനുഷ്യർക്കും. ഇതിന് പരിഹാരം തേടി നിങ്ങൾ എങ്ങും പോകേണ്ടതില്ല, അള്ളാഹുവിലേക്ക് തന്നെ സമീപിച്ചോളൂ. അള്ളാഹ് നമ്മളോട് പറയുന്നത് അള്ളാഹുവിനെ തന്നെ സമീപിച്ചോളൂ. നിരന്തരമായി പടച്ചവനോ ഓർത്തുകൊണ്ട് അവനോട് ചോദിച്ചുകൊണ്ടിരുന്നാൽ അവൻ നേരായ മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. അവൻ നിങ്ങളുടെ മേൽ നമ്മുടെ മേൽ അനുഗ്രഹം ചെയ്യും. വമലായികത്തുഹു, അവൻ്റെ മലക്കൾ ചെയ്യും. ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. വകാന ബിൽ മുഅ്മിനീന റഹീമ, സത്യവിശ്വാസികളോട് അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ്. ഇത് ഹൃദയത്തിൽ ദൃഢമാകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നൊന്നും ഭയക്കാനില്ല. അവനെ ആർക്കും എങ്ങോട്ടും വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, ആർക്കും തോൽപ്പിക്കാനും പറ്റില്ല, ആരുടെ മേലും അവൻ ചാടി വീഴുകയുമില്ല. അങ്ങനെയുള്ള ഒരു ഉയർന്ന ലെവലിലുള്ള ഒരു ഈമാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അത്തരം ആളുകൾക്ക് ഉബശ്ശിരിൽ മുഅ്മിനീൻ, നീ ഈ സത്യവിശ്വാസികൾക്ക് പ്രവാചകരെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. ബിഅന്ന ലഹും മിനല്ലാഹി ഫളലൻ കബീറ, അവർക്ക് നിശ്ചയമായും അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹം ലഭിക്കാനുണ്ട് എന്ന്. ദുനിയാവിലും അതെ, ആഖിറത്തിലും അതെ. ഈ സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിൽ നിന്ന് അളവറ്റ അനുഗ്രഹം ലഭിക്കാനുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത നീ അവരെ അറിയിച്ചു കൊടുക്കുക. വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീന, ഈ കപടന്മാരായ ആളുകളുണ്ടാവും, അതുപോലെ തന്നെ നിഷേധികളായ ആളുണ്ട്, അവരെ നീ അനുസരിച്ച് പോകരുത്. വദ്അഹും, അവരുടെ ഉപദ്രവങ്ങളുണ്ടല്ലേ അവഗണിച്ചളയാം.
അവരൊന്നും ചെയ്യൂല എന്നാണ്. കുറച്ച് തൽക്കാലത്ത് പരീക്ഷണാർത്ഥം ചില ചില്ലറ ശല്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതേതാകും അവരുടെ ഉപദ്രവങ്ങൾ അവഗണിച്ച് കളയുക. എന്നിട്ട് പരിഹാരം വതവക്കൽ അലല്ലാഹ്, നീ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക. വകഫാ ബില്ലാഹി വക്കീല, എല്ലാത്തിനും കൈകാര്യകർത്താവായി അള്ളാഹു മതി. നമ്മുടെ ഈമാൻ അവിടെ എത്തിച്ചേരുന്നത് വരെ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. വകഫാ ബില്ലാഹി വക്കീല, ഒരു വിഷയത്തിൽ നമ്മൾ വിഷമനുഭവിക്കുമ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ചെവിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആന്തരമണ്ഡലത്തിൽ ഉയർന്നു കേൾക്കേണ്ടത് വകഫാ ബില്ലാഹി വക്കീല. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും അല്ലാഹ് മതി എന്ന്. വേറെ ആരും ആവശ്യമില്ല. അഹങ്കാരം കാണിക്കാനല്ല, വിനയാന്വിതമായി അള്ളാഹുവിനെ സമീപിക്കാൻ. അങ്ങനെ അള്ളാഹുവിനെ നിരന്തരമായി സമീപിച്ചവർ വിജയിക്കുകയും അള്ളാഹുവിനെ അവഗണിച്ചവർ പരാജയപ്പെടുകയും ചെയ്തതായി ചരിത്രത്തിലുടനീളമുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖുർആനിലൂടെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഈ സംഗതികളാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് തന്നെയാണ്. ആ വഴിയിലാണ് നീങ്ങേണ്ടത്. അങ്ങനെ നീങ്ങി വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. اللهم ارض عن أبو بكر وعمر وعثمان وعلي بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടാർ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെ നിന്റെ സ്വർഗസ്വഭാനത്തിൽ പ്രവേശിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നീ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. നാഥ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അവർക്ക് ആശ്വാസം, അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കടൽ കൊണ്ടും അതുപോലെ മറ്റു പലതരത്തിലുള്ള ശാരീരികവും മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ യാഥാർത്ഥ്യങ്ങളും നീയാണ് അറിയുന്നത്. അതെല്ലാം നീ ഞങ്ങൾക്ക് പരിഹരിച്ചു തരണേ തമ്പുരാനെ. ആശ്വാസത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണാനും നിന്നിൽ അർപ്പിച്ച് പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം നൽകാനുള്ള തൗഫീഖ്, ജീവിതം ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. എപ്പോഴും എല്ലാ വിഷയത്തിനും നിന്നെ ബന്ധപ്പെടുന്ന ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖുർആൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ നീ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നമ്മൾ തൊട്ട് കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇത് തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രവാചകന്റെ ഉത്തമമായ അധ്യാപനങ്ങൾ ലോകത്ത് ഉയർത്തിപ്പിടിച്ച് അവസാനം വരെ ജീവിക്കാൻ ഈ സത്യവിശ്വാസികൾക്ക് ഒന്നടങ്കം തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.